മക്കളെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേക വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി കാണുമെന്ന് എനിക്കറിയില്ല. ഇത് മാങ്ങ കൊണ്ടൊരു മസാല മെഴുക്കുവരട്ടിയാണ്. എന്നുവെച്ചേക്കും മാങ്ങ മെഴുക്കുവരട്ടി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നല്ല കിലുകിലാന്ന് വഴുവഴുപ്പൊന്നുമില്ലാതെ ഉടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. മാങ്ങ ഉള്ള സീസണാണല്ലോ ഇപ്പോൾ. ഏത് തരം മാങ്ങയും നമുക്ക് ഉപയോഗിക്കും. ഇതിപ്പോൾ ഞാൻ കിളിച്ചുണ്ട മാങ്ങയാണ്, നമ്മുടെ മൂവാണ്ടൻ മാങ്ങയും എല്ലാം. അത് ചെയ്യുന്ന രീതിയാണ് അത് അലുത്തു പോകുന്നത്. ഇതിപ്പോൾ അലുത്തു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മസാലകളൊക്കെ പിടിച്ച് നമുക്ക് ഈ 2 കഷ്ണം മതി ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കിളിച്ചുണ്ട മാങ്ങയാണ്. ഇച്ചിരി കനവും മാംസവും ഒക്കെ ഉള്ള മാങ്ങയാണല്ലോ കിളിച്ചുണ്ട മാങ്ങ. അപ്പം ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെല്ലാം കൊണ്ടുവന്നാണ്. നമ്മൾ ഇതിൻ്റെ തൊലി കളയില്ല കേട്ടോ. തൊലി കളഞ്ഞാൽ ഇതിൻ്റെ ആ മെഴുക്ക് വരട്ടിക്ക് അത്ര നല്ല പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ മുഖഭാഗം ഇതിൻ്റെ ഞെടുപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. മാങ്ങയൊക്കെ ഉള്ള സീസണാണല്ലോ. നമുക്കിതുപോലൊരു മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയ കുട്ടികളൊക്കെ ആസ്വദിച്ച് ചോറ് കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മസാലയൊക്കെ പുരണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ്ട് ഈ മെത്തപ്പൂള് പോലെ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡിലും കട്ട് ചെയ്തെടുത്ത് സൈഡിലത്ത് നമുക്ക് മെത്തപ്പൂളാകാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ 2 മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് 2 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മളിത് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. എങ്കിലേ ഇതിൻ്റെ ആ കറക്റ്റ് രീതിയിൽ നമുക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടി പുളിപ്പും നമുക്ക് അധികം ഫീൽ ചെയ്യില്ല. ഇതേ രീതിയിൽ പുളി അറിയത്തേ ഇല്ല കേട്ടോ. ഇതിൻ്റെ മസാലക്കൂട്ട് അതേ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതേ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് ആ മെഴുക്ക് വരട്ടിക്ക് നല്ല ഒരു ടേസ്റ്റും. ഞാൻ പറഞ്ഞില്ല മസാല ഇതേ രീതിയിലെല്ലാം നമുക്ക് 2 മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ചെറുതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. അതുകൊണ്ട് ഇത് നമ്മൾ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും നീളത്തിൽ തന്നെ അതേ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് കളയണ്ട, മാറ്റി വെക്കണ്ട. അപ്പോൾ അങ്ങനെ ഇതേ രീതിയിലെല്ലാം അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞു. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടും ഉപ്പ് കിട്ടാൻ വേണ്ടിയാണേ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കണം. അധികം നേരം മാറ്റി വെച്ചാൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ. 10 മിനിറ്റ് ആയി കഴിയുമ്പോൾ അധികം വെള്ളം ഇറങ്ങി വരത്തില്ല. ഇതേ രീതിയിൽ കൂട്ടിപ്പരട്ടി നമുക്ക് തത്തിപ്പൊത്തി ഒരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ പ്രത്യേക ചേരുവകളാണ്. 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 5-6 നമ്മുടെ മുളക്, പാണ്ടിമുളക് എന്നാണ് ഞങ്ങളിത് പറഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ജീരകം. അപ്പം ഇത് നല്ല തരിതരിപ്പോടുകൂടി നമ്മൾ പൊടിച്ച്, അതാണ് ഈ മെഴുക്ക് വരട്ടിയുടെ പ്രത്യേകത. മല്ലിയൊക്കെ തരിതരിപ്പോടുകൂടി പൊടിച്ച് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് തരിതരിപ്പോടുകൂടി പൊടിക്കരുത്, തരിതരിപ്പോടുകൂടി പൊടിച്ചുകൊണ്ട് വരാം. അതാണ് തരിതരിപ്പോടുകൂടി നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 2-3 ദിവസം വെച്ചിരുന്നല്ല ഉപയോഗിക്കുന്നുള്ളൂ. അതേ ദിവസത്തേക്ക് നമ്മൾ തയ്യാറാക്കുന്നില്ല. നമ്മൾ മെഴുക്ക് വരട്ടിയല്ലേ, അപ്പം 2 ദിവസം 3 ദിവസമൊക്കെ ഉപയോഗിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ടു വെളിച്ചെണ്ണയ്ക്കകത്തേക്ക്. പിന്നെ 2-3 തണ്ട് പിന്നെ കറിവേപ്പില ഇട്ടു. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച്, 5-6 10-12 അല്ലി ഉണ്ട്, അതും ചേർത്തു. ചതച്ച് ചേർത്തിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കില്ല. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മസാലക്കൂട്ടും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ നമ്മുടെ സദാ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് കൂട്ടിപ്പരട്ടിയതിന് ശേഷം എണ്ണയ്ക്കകത്തെല്ലാം മൂത്തതിന് ശേഷം നമ്മുടെ മാങ്ങ കണ്ടില്ലേ, ഇതിനകത്ത് വെള്ളമൊന്നും വാർന്നിട്ടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതിനകത്ത് കിടന്നങ്ങ് പറ്റിപ്പോയിക്കോളും കേട്ടോ. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. ഡ്രൈ ആയിട്ടാണ് നമ്മളിത് പുരട്ടി എടുക്കുന്നത്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടി ഇതിൻ്റെ പുറത്ത് പിടിച്ച് ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ കൂട്ടിപ്പരട്ടി ഇളക്കി മസാലകളെല്ലാം ഈ മാങ്ങയ്ക്കകത്ത് പിടിച്ച് വെന്തളിയാൻ പാടില്ല, വേവിക്കരുത് കേട്ടോ. ഇത് വേവിക്കാതെ തന്നെ ഇത് ഡ്രൈ റോസ്റ്റായി ഇതിനകത്തുള്ള ജലാംശമെല്ലാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മാറിയിട്ട്
വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്നു നോക്കി. അപ്പം നമ്മുടെ ഇതെല്ലാം നല്ല കിലാന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ജലാംശവും ഇല്ല, അതിന് വെന്തുടഞ്ഞിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വേവുകയും ചെയ്തിട്ടുണ്ട്. മസാലകളൊക്കെ കൂട്ടിപ്പരണ്ട് പിടിച്ച് കണ്ടില്ലേ. പല പ്രാവശ്യം നമ്മൾ അടച്ചും തുറന്നും ഇളക്കി മസാലകളെല്ലാം ഇതിൽ പിടിപ്പിച്ച് ഞാൻ ഉപ്പും നോക്കി നമ്മളതിന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കണ്ടില്ലേ. നല്ല കിലുകില എന്നുള്ള മെഴുക്കുവരട്ടി, കുഴഞ്ഞുമില്ല, ഒന്നുമില്ല കണ്ടില്ലേ. നല്ല പെർഫെക്റ്റായിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ. കിലുകിലാന്ന് വായിക്കൂടെ വെള്ളം വരുമായിരിക്കും ഇപ്പം തന്നെ. മസാലകളൊക്കെ പിടിച്ച് ഇരിക്കുന്ന കണ്ടില്ലേ. ഇത് 2 കഷ്ണം നമ്മളിങ്ങനെ സ്ലൈസിൽ എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പുളി അധികം ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഈ മസാലകളെല്ലാം കൂടെ പുരണ്ടിരിക്കുന്ന ചോറിനകത്തിട്ട് പുരട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എന്താ ടേസ്റ്റാണെന്നറിയോ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കണ്ടില്ലേ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഞരടി കഴിക്കുന്നത് മാത്രം മതി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ആക്കിയെങ്കിൽ അമ്മയുടെ വീഡിയോസ് കിട്ടുകയുള്ളൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.